കമലഹാസന്റെ തഗ് ലൈഫ് ശരിക്കും സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര് ശക്തിവേലിന്റെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ അവിഹിതം തന്നെയാണ്. എന്തോന്നടേ ഇത്, ലോകത്ത് വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ? കമലഹാസന് അഭിരാമിയെ വേണം, കമലഹാസൻ തൃശയെ വേണം, തൃശയ്ക്ക് കമലഹാസനെ വേണം, സിംബുവിന് തൃശയെ വേണം. എന്തോന്ന് ഇത്? എനിക്ക് മനസ്സിലാവാത്ത, ഇഫ് യു ആർ കാപ്പബിൾ ഓഫ് ബൈയിങ് സം പ്രീമിയം കാർസ്, ദെൻ വൈ ഡു യു സ്റ്റിൽ വാണ്ട് യൂസ്ഡ് കാർസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർസ്? അതാണ് മനസ്സിലാവാത്തത്. ഇതില് നമ്മുടെ കമലഹാസൻ ഡോൺ ആണ്, കമലഹാസന്റെ ഭാര്യ വന്നിട്ട് അഭിരാമിയാണ്, ഇങ്ങേരെ സെറ്റപ്പാണ് തൃശ. നമ്മുടെ സിംബു വന്നിട്ട് ഇങ്ങേരെ വലം കൈയാണ്, സിംബുവിനും തൃശയെ തന്നെ വേണം. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു സീൻ ഉണ്ട്, അതായത് കമലഹാസൻ ഈ പോലീസ് സ്റ്റേഷനിൽ ജയിലിലോട്ട് പോകുമ്പോൾ അഭിരാമിയുടെ അടുത്ത് പറയണ്ടേ എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ പോയിട്ട് ഒരു സീൻ ഉണ്ട് ഈ മറ്റേ തൃശയായിട്ട്. ഇത്രയും വൾഗറായിട്ട് സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോന്നടേ പോയിട്ട് ബ്ലൗസിന്റെ വള്ളിയൊക്കെ വലിച്ചു ഊരുണ്ടാ അയ്യേ. എന്നിട്ട് ഇങ്ങനെ ജയിലിൽ നിന്ന് റിലീസായിട്ട് കുറച്ചു ദിവസം നേരെ പോയിട്ട് തൃശയോടൊപ്പം പോയി നിൽക്കും, തൃശ ഇങ്ങേരെ കടിക്കും, ഇങ്ങേരെ അഭിരാമിയെ കടിക്കും. ഇങ്ങനത്തെ ഒരു പാട്ടം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സീരിയൽ ടൈപ്പാണ് തോന്നി. എന്തോന്നടേ ഇത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് ഈസ് ഫാർ ഫാർ ബെറ്റർ എന്ന്. മണിരത്നം അപരാധം എടുക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. അങ്ങേര് പറഞ്ഞു ഞാൻ വെക്കുന്നു ടോക്കൺ നമ്പർ 2, എന്റെ വക പിടിച്ചോ ഒരു അപരാധം. ഇതാണ് തഗ് ലൈഫ്. തഗ് ലൈഫിത്തെ കുറച്ച് ഫൈറ്റ് സീൻസ് ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ശരിക്കും ഇന്ത്യൻ 2 എന്ന് വേണമെങ്കിൽ പറയാം. അതേ സാധനം തന്നെയാണ്, അങ്ങനത്തെ ഒരു അപരാധം പിടിച്ചൊരു പടം തന്നെയാണ്. പക്ഷെ ചില സീൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നില്ല. സിംബുവിന്റെ ക്യാരക്ടർ പറയുമ്പോൾ ഇങ്ങേരെ വലം കൈയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ സിംബുവിന് വലുതായിട്ട് പെർഫോം ചെയ്യാനുള്ളതും ഇല്ല. ആകെ എന്തൊക്കെ പോലത്തെ ഒരു പടം. ലക്ഷറി സീരിയൽ വേണമെങ്കിൽ, പോർ സീരിയൽ അല്ലെങ്കിൽ ഒരു ഉറക്ക ഗുളിക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ഇന്റർവെൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് എന്താ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഈ മണിരത്നത്തിന്റെ തന്നെ പല പടത്തിലും വന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറെ സിനിമയിൽ നമ്മുടെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് കമലഹാസന്റെ ശക്തിവേലിന്റെ അണ്ണാക്കിൽ ബോംബ് പൊട്ടിച്ചാൽ അങ്ങേര് തട്ടിപ്പോവില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് മഞ്ഞുമല ഇടിഞ്ഞു വീണാൽ അങ്ങേർക്കൊന്നും പറ്റില്ല. വീടിന്റെ വലിയൊരു കോൺക്രീറ്റ് ബ്ലോക്ക് വന്ന് അങ്ങേരെ മണ്ടയിൽ വീണാൽ അങ്ങേര് മരിക്കില്ല. ഇനി സൂപ്പർമാന്റെ വല്ല അവതാര പിറവയാണോ എന്ന് അറിയില്ല. ഈ മറ്റേ വലിമയില്ലേ മറ്റേ അജിത്തിന്റെ, അതേപോലത്തെ ഒരു സീനൊക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല സീനായിരുന്നു. ഈ പടം കണ്ട എല്ലാവർക്കും അറിയാം, ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ഇത് റിവഞ്ച് തന്നെയാണ്, റിവഞ്ച് ആണ് സംഭവം നടക്കാൻ പോകുന്നത്. റിവഞ്ച് എടുക്കാൻ വരുമ്പോ ആദ്യം പോണത് നേരെ അഭിരാമിയുടെ അടുത്തേക്കാണ്. റിവഞ്ച് എടുക്കാൻ വരുന്ന ആള് അഭിരാമി ഊക്കി വിടും, നീ ആരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നേരെ പോണത് തൃശയുടെ അടുത്തേക്ക്. എനിക്ക് മനസ്സിലാവത്ത് ഇങ്ങനെ റിവഞ്ച് എടുക്കാൻ തന്നെ വരികയാണ്, അത് വേറെ വല്ല പണിക്കും വരികയാണോ എന്ന്. ഈ വിൻവിലി നായക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിഹാസിന്റെ വേർഷൻ ഇട്ട് കൊടുക്കുന്നത് കള പറിക്കുമ്പോ, കണ്ടത്ത് നിന്ന് കള പറിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്ന മണിരത്നം എന്ന്. ഈ മണിരത്നം പണി പിടിച്ച് കിടന്നപ്പറ്റ വേറെ വല്ലതും കയറി ഷൂട്ട് ചെയ്താണോന്ന് അറിയില്ല. ആകെ ഈ സിനിമയിൽ യൂഷ്വലി എല്ലാ മണിരത്നത്തിന്റെ പടത്തിലും ഇമോഷണൽ സീൻസ് അടിപൊളിയായിരിക്കും. ഇതിൽ ആകെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയത് ആ ഐശ്വര്യ ലക്ഷ്മിയും അതേപോലെ തന്നെ നമ്മുടെ ചിമ്പുവും തമ്മിൽ ലാസ്റ്റ് 2 സീൻ ഉണ്ട്. വേറെ ഒരൊറ്റ സാധനം കിട്ടിയിട്ടില്ല. എന്തൊക്കെ ഇവര് കാണിക്കുന്നുണ്ട്, ഒരു സീനും മറ്റൊരു സീനായിട്ട് എനിക്ക് പ്രോപ്പർ കണക്ഷൻ പോലും തോന്നിയില്ല. കമലഹാസൻ പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സിംബുവിന്റെ ക്യാരക്ടർ ഞാൻ കുറെ പ്രതീക്ഷിച്ചു. ഇത് മണിരത്നം സിനിമയാണ് അല്ലെങ്കിൽ കമലഹാസൻ സിനിമയാണെങ്കിൽ ഞാൻ കാണാൻ പോയത് നമ്മുടെ സിലംബരസൻ STRനെയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങേർക്കും വലിയ പെർഫോം ചെയ്യാനുള്ളൊന്നുമില്ല. ഇങ്ങേരെ ഒരു നിഴലായിട്ട് വേണി നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് കിടിലനായിരുന്നു. ആൻഡ് വിത്ത് ഐശ്വര്യ ലക്ഷ്മി ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, അതും അടിപൊളിയായിരുന്നു. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഫസ്റ്റ് ഹാഫില് ചിമ്മുവിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എനിക്ക് അത്യാവശ്യം കൊള്ളാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജിങ്കു ആ പാട്ടും കൊള്ളായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ആൻഡ് AR റഹ്മാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. ക്ലാസ് സാധനമാണ് അങ്ങേര് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഈ സിനിമ എവിടെ എലവേറ്റ് ചെയ്യിപ്പിക്കില്ല. ഒരു ഹൈ മൊമെന്റ്. ഇപ്പൊ നമുക്കറിയാം ഗാങ്സ്റ്റർ പടമാണല്ല. ഈവൻ ചെക്കച്ചവന്ത വാനം എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ അതിന്റെ ഒരു പാർട്ട് 2 ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ പടമാണെന്ന് തന്നെ പ്രതീക്ഷിച്ചു പോയതാണ്. സിമിലർ കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് എവിടെയും ഒരു ഹൈ മൊമെന്റ് പറയുന്ന സാധനം കിട്ടിയില്ല. ചെക്കച്ചവന്ത വാനത്തിൽ വിജയ് സേതുപതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, വെച്ചാൽ ഇതിൽ അതേപോലെ അശോക് സെൽവന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആൻഡ് അതും വലിയ ഗുമ്മും കാര്യങ്ങളൊന്നും ഇല്ല. ജോജു അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത പോലെ തോന്നി. പിന്നെ ബാബുരാജിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അഗൈൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാനുള്ളതൊന്നുമില്ല. സാനിയ മൽഹോത്രയെ കൊണ്ടുവന്നിട്ട് മറ്റേ ജിങ്കു ച ആ പാട്ടില്, ആ ഒരൊറ്റ പാട്ടിൽ മാത്രം ഞാൻ മറ്റേ ചിമ്പുവിന്റെ പേരൊക്കെ ആയിരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല. സോ വേണ്ടവർ കണ്ടു വെക്കുക. എനിക്ക് ആ ഫൈറ്റ് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് അപരാധം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഫൈറ്റ് സീൻ ഉള്ളതുകൊണ്ട് പിന്നെയും കണ്ടിരിക്കുക. പിന്നെ AR റഹ്മാൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ മാസ് ഒന്നും പ്രതീക്ഷിക്കരുത്, അത് ലാസ്റ്റ് ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇന്ത്യൻ 2 പിടിച്ച കുറെ പരിപാടി തന്നെ ഈ സിനിമയിലും പിടിക്കുന്നുണ്ട്.
സോ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു സിനിമയാണ്. സോ വർക്കായ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, എന്തായാലും കണ്ടു നോക്കുക, then decide. So try it out.